ഇനീഷ്യല് മാത്രമേ എന്നെന്ന് പറഞ്ഞാല് അല്ല 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 സത്യം ഇനീഷ്യൽ അല്ല എനിക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ല, അതിനാലാണ് ഇങ്ങനെ എഴുതുന്നത്. ഈ സ്കൂളിൽ ഉണ്ടായിരുന്ന കാലം എനിക്ക് സ്കൂൾ ലൈഫിന് വളരെയേറെ ആകാംക്ഷയുണ്ടായിരുന്നു. നീ വരുമ്പോൾ സ്കൂൾ കോറിഡോർ തന്നെ ഒരു ചലച്ചിത്രത്തിലെ രംഗമാണ്. ആ രംഗത്തിൽ ഞാൻ നിന്റെ നായികയും നീ എന്റെ നായകനും. പക്ഷേ നീ നടന്നു വന്നാൽ പിറകെ പോകാൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ ആ ബുദ്ധിമുട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അല്ല 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 പറയാൻ പാടില്ല. ഞാനിപ്പോഴും നിന്നെ ഗ്രൂപ്പിലോ ഫ്രണ്ട് സർക്കിളിലോ നോക്കി നിൽക്കും, പകരം നീ ഒരിക്കൽ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ ചിരിച്ചാൽ കാണുന്ന ക്യൂട്ട് ഡബിൾ ചിൻ അത്ഭുതമായി തോന്നുന്നു. നീ പിടിച്ച വാട്ടർ ബോട്ടിൽ പോലും തോന്നുമായിരുന്നു, കാരണം അതിന്റെ വെയിറ്റ് പോലും തോന്നില്ല. കമ്പയർ ടു ഹൗ ഹെവി യു ആർ ഇൻ മൈ തോട്ട്സ്. നീ ഹ്യൂമാനിറ്റീസിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനെ പറ്റി ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്തു, പക്ഷെ അതിനെ പറ്റി എനിക്കൊന്നും മനസ്സിലായില്ല. ഹ്യൂമൻ മധുരം. ഞാൻ ചോല ഭട്ടൂര, പിസ്സ, ബർഗർ ഒക്കെ കാണുമ്പോൾ പോലും തോന്നാറുണ്ട്, ഇത് തന്നെയാണ് എന്റെ സോൾമേറ്റിന്റെ ഫിറ്റായ ദുനിയ. ഫിറ്റായ ദുനിയ. ചബ്ബീസ് ദ ന്യൂ ചാർലി. ഇവിടെ പട്ടി പോകുന്നത് കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ നിന്റെ ചെവിയെ പറ്റി ഓർക്കും. അത് ശരിയാ, അത് ശരിയാ, അത് ശരിയാ. അതുപോലെ കന്നുകാലികൾ നടന്ന് പോകുന്നത് കാണുമ്പോൾ നിന്റെ കുഞ്ഞിനെ കൊള്ളിയോ മനു. ഒരിക്കൽ നീ എന്നെ തിരിഞ്ഞു നോക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കടയിൽ നിന്ന് ജംബോ ഐസ്ക്രീം വാങ്ങി കൊതിപ്പിക്കും. ഇതൊന്നും ഞങ്ങളല്ല. പിന്നെ ചോട്ടനെ ഞാൻ പ്രോമിച്ചു കൊല്ലു. നാളെ ചോട്ട അത് പറഞ്ഞിട്ടില്ല. അമ്മക്ക് മഞ്ഞ രാവിലെ ഞാനും വരാം. നമ്മുടെ കല്യാണം നടക്കുമോ ചോട്ട? വായിച്ചോ, നീ തന്നെ വായിച്ചോ. സ്നേഹപൂർവ്വം പ്രായമുള്ള ചുപ്പി ചേട്ടന്റെ. ചേട്ടന്റെ ആരാന്നറിയില്ല. ആരാണ് മനു? മനുവിനറിയാം, മനുവിനറിയാം. ആരെ